നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. ഇന്നും ഞാൻ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഞാൻ തിരുവനന്തപുരത്താണ്. നമ്മുടെ പൊങ്കാലയുടെ നല്ല ഒരു ഉത്സാഹത്തിമിർപ്പാണ് എല്ലായിടത്തും. എല്ലാവരും പൊങ്കാലയുടെ തത്രപ്പാടിലാണ്. ഓണത്തേക്കാളും വലിയ വിശേഷമാണ് ഞങ്ങൾക്കിവിടെ പൊങ്കാല. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും അവിടെ എല്ലായിടത്തും പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് തീർക്കുകയാണ്. എല്ലാവരും കണ്ടു നോക്കണം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കി സ്റ്റെപ്പ് ഒന്ന് പഠിക്കാം. ഇന്നലെ ചെറിയ സ്റ്റെപ്പ് പഠിച്ചെടുക്കാം. നമുക്ക് സ്റ്റെപ്പ് തന്നെയാണ്. ഇതാണ് കൈയും കാലും പ്രത്യേകം പഠിക്കട്ടെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 നമ്മൾ താഴ്ന്ന് ചെരിഞ്ഞ് ചെയ്യണം. ചിരിക്കുന്നേ ഇല്ല കേട്ടോ ആരും. അപ്പോൾ അത് ചിരിക്കണം എന്ന് ഓരോ പ്രാവശ്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ടതാണ്. അതങ്ങനെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. 1 2 3 4 5 6 7 8 ചെയ്തു നോക്കും. അത്രയും റൗണ്ടായിട്ട് തന്നെ നോക്കും. റൗണ്ടായിട്ട് നോക്കും. ഓക്കെ, ചെയ്തു നോക്കും. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 തീർക്കും. ഒരു കർഷനുണ്ട്. പഠിച്ച സ്റ്റെപ്പ് ചെയ്ത് നോക്കണം. ചെയ്തോളാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. റൗണ്ട് ചെയ്ത് റൗണ്ടിന്റെ അകത്തോട്ടോ പുറത്തോട്ടോ പോകരുത്. റൗണ്ടിന്റെ കറക്റ്റ് റൗണ്ടിൽ തന്നെ നിൽക്കണം. ഒരാൾ അകത്തോട്ട് ഒരാൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബോറായി പോകും. ഒരു പല്ല് പോയ പോലെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ആ റൗണ്ട് തന്നെ അങ്ങനെ തന്നെ വേണം. ഒന്നുകൂടെ നോക്കാം. ഒന്നുകൂടെ നോക്കാം. റെഡി, ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 കൈ വല്ലാതെ വീശിയെടുക്കാൻ പാടില്ല. കൈ ഇത്രയും വീശെടുക്കും. ഇത്രയും മതി. അധികം വീശെടുക്കണം. ഒന്നും കൂടെ ചെയ്യൂ. ഒരു കാര്യം, റൗണ്ട് ആവാതെ നേരെ നിന്ന് ചെയ്യും. നേരെ നിന്ന് ചെയ്യും. നേരെ കൊടുത്ത് ചെയ്ത് നോക്കട്ടെ. ഇത് പഠിക്കാൻ മാത്രം. റെഡി, ചെയ്തോളൂ. 1 2 3 4 5 6 7 ഇത്ര മതി. 1 2 3 4 5 6 7 8 പഠിച്ചിട്ട് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 സംശയമില്ല. നമ്മൾ തല ഇങ്ങനെ ഒന്ന് ചരിക്കരുത്, നേരെ തന്നെ ചെയ്യണം. അടുത്ത ഒരു സ്റ്റെപ്പ് പറഞ്ഞുതരാം. അതെങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഒരാൾ ഇപ്പോൾ വലതുവശത്ത് കൂടെ പോകുന്ന ആൾ മുന്നിലോട്ടാണ് പോകണമെങ്കിൽ ഇടതുവശത്താണ് ബാക്കിൽ കൂടെ തന്നെ പോകണം. അങ്ങനെയല്ല, എപ്പോഴും അവരങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കും. അപ്പം 1 2 3 4 അടുത്ത 5 6 7 8 ഇങ്ങനെ വരണം. 1 2 3 4 5 6 7 8 ഇങ്ങനെ 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 വരണം. ചെയ്ത് നോക്കാം. നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ ഇങ്ങനത്തെയൊക്കെ ചെയ്തോളൂ. റെഡി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അപ്പൊ നമ്മൾ നമ്മുടെ പേരിൻ്റെ അടുത്ത് തന്നെ എത്തും. സംശയമില്ലല്ലോ. ഒരു പ്രാവശ്യം കൂടെ ചേർത്ത് ചെയ്യാം. രണ്ടും കൂടെ ചേർക്കണം. 1 2 3 4 ശരിയായിട്ട് 5 ശരിയത് കാണാം. 8 1 2 3 4 5 6 7 8 നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഞെളിയാൻ പാടില്ല. 1 2 താഴെ ഉണ്ടല്ലോ, നമ്മുടെ ഷോൾഡറൊക്കെ താഴ്ത്തി 1 2 താഴ്ത്തി 3 ഇങ്ങനെ തരാൻ പാടില്ല. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കണം. ഒന്നുകൂടെ 1 2 താഴ്ത്ത 3 ലൈൻ കറക്കണം. 6 7 8 1 2 3 4
5 6. ഇപ്പൊ വല്ലാതെ കൂടിപ്പോയി, കുറച്ച് കൂടിപ്പോയി. കൂടിപ്പോയല്ലേ, ഒന്നുകൂടി ചെയ്യും. റെഡി. എന്നിട്ടാണ് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അടുത്ത 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമ്മള് 1 ചോട്ടില്ലേ, 1 ഇതാണ് 1 2 3 4 വീണ്ടും 5 6 7. 1 5 ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കണം. നോട്ട് ചെയ്യും, അത് മാത്രം ചെയ്യൂ. 1 താഴ്ച 1 2 3 4 5 6 7 8 1 2 പോലെ 3 4 താഴത്തിനെയാണ്. ഒന്നുകൂടെ റെഡി ചെയ്തോളൂ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നമ്മളിപ്പോ അടുത്ത ആളെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കാൻ പാടില്ല. 7 8 ഇങ്ങനെ വന്നുകൊണ്ടോ നമ്മൾ നേരെ തന്നെ ആരും ഇങ്ങനെ നോക്കാതെ നീ പറഞ്ഞു നീ അല്ല നീ ഞാൻ കാണിച്ചു തരാം നോക്കാൻ, നിങ്ങൾക്ക് സംശയം തീർക്കാൻ. 1 അവിടെ തന്നെ നോട്ടാ. 1 2 3 4 കണ്ടോ. പിന്നെ 5 6 7 8 1 2 3 4 5 6 7. അപ്പൊ നിങ്ങൾ തന്നെ അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ തിരിഞ്ഞു. അങ്ങനെ തിരിയാൻ പാടും. ഇങ്ങനെ 1 2 ഇങ്ങനെ പോകണം. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ തന്നെ പാടും. 1 2 1 2 ഇങ്ങനെ നോക്കാൻ പാടില്ല. മനസ്സിലായോ? അത് മാത്രം ചെയ്യൂ. 1 2 3 നേരെ 5 6 7 8 1 2 3 4 5 6 7 8. മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ പറഞ്ഞുതരാം. പഠിച്ച് ചെയ്യണം. ചെയ്തോളൂ. 1 2 3 4. 1 2 3 4. റെഡി. 1 2 3 4 1 2 3 4. അങ്ങോട്ട് നമുക്ക് തിരിഞ്ഞാണ് വേണ്ടത് കേട്ടോ. ഒന്നുകൂടെ ചെയ്തോളൂ. 1 2 3 4 1 2 3 4. വീണ്ടും 1 2 3 4 1 2 3 4 2 3 4. തിരിയട്ടെ. 1 2 3 4 1 2 3 4 1 2 3 4. അവിടെ ഒരു സംശയം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. സംശയിക്കണ്ട. അങ്ങോട്ട് തന്നെ പറഞ്ഞല്ലോ. വന്നപ്പോൾ തിരിച്ചു പോണം. ഒരു പ്രാവശ്യം 2 3 4 1 2 3 4. 1 2 3 4 1 2 3 4. സംശയം മാറിയല്ലോ, നന്നായിട്ട് മനസ്സിലായല്ലോ. ശരി, നമുക്ക് അടുത്തൊരു ചെറിയ സ്റ്റെപ്പ് കൂടെ എടുക്കാം. നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കും, ലാസ്റ്റ് ഇങ്ങനെയാണ് നിൽക്കണം അല്ലേ? അപ്പൊ ആ ടീച്ചർ കൈ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് നിന്നത്. അങ്ങനെ നിൽക്കുവാണ്. നമ്മൾ നേരെ എല്ലാവരും അവനവരും പുറകിലോട്ട് പോവാണ്. 1 2 3 4. തിരിഞ്ഞ് വീണ്ടും 1 2 ഇങ്ങനെ പോവാം. 3 4. വീണ്ടും 1 2 3 4 1 2 3 4. മനസ്സിലായോ? 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നന്നായിട്ട് മനസ്സിലായല്ലോ. സംശയമൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ വരുമ്പോ ഓരോരുത്തരുടെ മുമ്പിൽ പറയുന്നത് നമ്മൾ നിൽക്കുവാണ് ലാസ്റ്റ്.
ആ നിൽക്കുന്നവർ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ നിൽക്കുന്ന അതേ പൊസിഷന് പുറകോട്ട് വരുന്നു. ഇവിടെ നിൽക്കുന്നവർ അവരും അങ്ങനെ പുറകോട്ട് തന്നെ പോകുന്നു. ഇവിടെ നിൽക്കുന്നവർ നേരെ പുറകോട്ട്, അത് അവിടെ നിന്ന് ഇവിടുന്നുള്ളവർ നേരെ പുറകോട്ട് പോകുന്നു. അകത്ത് നിൽക്കുന്നവർ അവർ നേരെ പുറകോട്ട് പോകുന്നു. അപ്പം കറക്റ്റായിട്ട് വരും. ഒരു രക്ഷകൾ നോക്കാം. ഇത് മാത്രം നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ നിൽക്കുവാണ് അല്ലേ, മറ്റേ ആ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ നിൽക്കുവാണ്. ഇനി അടുത്ത് നമുക്ക് അടുത്ത് ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇത്രയേ ഉള്ളൂ. സ്റ്റെപ്പ് മനസ്സിലായാലോ? സംശയമില്ല എല്ലാവർക്കും? പറയൂ എന്താണ്? ഞാൻ ഇവിടെ പിന്നെ നേരെ വന്നു. ആണോ? അപ്പൊ ഒന്നുകൂടെ ചെയ്യാം. ലാസ്റ്റ് നോക്കിയാൽ ഒന്നുകൂടെ എടുക്കാം. ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമുക്ക് മറ്റന്നാൾ നമ്മുടെ അടുത്ത ക്ലാസ്സിലുള്ള ദിവസം പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാല വളരെ വിശേഷമുള്ളതാണ്. ലോകം മുഴുവൻ ഈ പൊങ്കാല ആഘോഷിക്കും. തിരുവനന്തപുരത്തുകാർക്ക് ഭയങ്കര ഉത്സവമാണ്. അപ്പം നമ്മുടെ ആ ക്ലാസ് നമുക്ക് മുടങ്ങുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ നമുക്ക് ശരിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ വരാനൊക്കെ ബുദ്ധിമുട്ട്. ഇവിടെ നിറച്ച് കല്ലൊക്കെ നിരത്തി ആളുകൾ പൊങ്കാലയ്ക്കുള്ള കയറൊക്കെ കെട്ടി കല്ല് വെച്ചു. ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ കലമൊക്കെ ചട്ടി കലമൊക്കെ വെക്കും. അപ്പം അറിയില്ല നാളത്തെ ക്ലാസ് എങ്ങനെയാണെന്ന്. പറ്റുമെങ്കിൽ നമുക്ക് നാളത്തെ ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. നമസ്കാരം, നന്ദി. ക്ലാസ് കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ സ്റ്റെപ്സാണ് എടുത്തിരിക്കുന്നത്. വെറുതെ നടന്ന് പോകുന്ന സ്റ്റെപ്സാണ്. അതിൽ കാരണം ഇപ്പോൾ ഒരു 4 പേരേ ഉള്ളൂ. ഒരു 6-8 പേരുടെ 6 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. വളരെ ഈസി നടന്നു പോകുന്ന സ്റ്റെപ്സാണ്. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എല്ലാവരും അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നേരം കണ്ടതായിട്ടാണ്. നന്ദി, നമസ്കാരം.